തിരുവനന്തപുരത്ത് ശോഭായാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ആ തലമുറ ലഹരിക്കടിമപ്പെട്ട് ഈ ഭൂമിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആരുടെ ജീവൻ കൊടുത്തിട്ടാണോ നാം നമ്മുടെ സ്വാതന്ത്ര്യം നേടിയത്, ആ ജീവത്യാഗത്തിന് ഒന്നും തന്നെ ഒരു വിലയുമില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഭാരതത്തിന്റെ ശരിയായ ചരിത്രം പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും ബാലഗോകുലം ഏറ്റെടുത്തിരിക്കുന്നു. ആരാണതിന് മാതൃക? ബാലഗോകുലം അതിന് മാതൃകയായി സ്വീകരിച്ചിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സ്ഥലത്തും കരഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. നേരത്തെ ജോർജ് കുര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ കാരാഗ്രഹം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെയുള്ള ഭഗവാന്റെ ജീവിതം നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു സ്ഥലത്തും ഈറനയുന്നൊരു കണ്ണുകോടുകൂടി ഭഗവാൻ ഉണ്ടായിരുന്നിട്ടില്ല. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ശ്രേഷ്ഠമായ ദൈവീക സങ്കല്പം, ബാല്യകാലം മുതൽ മനുഷ്യരെ ഏറ്റവും അടുത്ത് ഇടപഴകുവാൻ കഴിയുന്ന ഒരു ഈശ്വരീയ ചൈതന്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ എന്നുള്ള നിലയ്ക്കാണ്, കാളിയമർദ്ദനം നടത്തിയ ആളെന്നുള്ള നിലയ്ക്കാണ്, ഗോവർദ്ധന പർവ്വതം ഉയർത്തിയ ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണനെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ടത്. ഈ ജന്മാഷ്ടമി ദിവസം നാം എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കേണ്ടത്, ഈ നിമിഷം മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ ഈ പ്രകൃതിയെ സംരക്ഷിച്ചത്, അതുപോലെ ഞാനും ഭഗവാന്റെ ജന്മദൗത്യമായിട്ടുള്ള പ്രകൃതി സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഈ സംസ്കാരം ജീവിതത്തിലൂടെ ആചരിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുവാൻ ഈ ജന്മാഷ്ടമി ദിവസം നമുക്ക് തീരുമാനിക്കണം. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ള ആ സന്ദേശവാക്യം സാർത്ഥകമാകുന്നത് നമ്മുടെ ജന്മം, നാം ഓരോരുത്തരും ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ്. അതിന് ഭഗവാൻ നമുക്ക് മാതൃകയാണ്. ആ ഭഗവാനെ മാതൃകയാക്കിക്കൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇനിയുമേറെ ശ്രേഷ്ഠതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറയെ, നാളത്തെ യുവതയെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജന്മാഷ്ടമി ബാലദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. കൊച്ചിയിൽ ശോഭായാത്രയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ശോഭായാത്ര ആരംഭിച്ചോ? എറണാകുളം ടൗൺ ഹാൾ പരിസരത്ത് നിന്നും മഹാശോഭയാത്രയുടെ ഭാഗമായ ടൗൺ ഹാൾ പരിസരത്ത് നിന്നുള്ള ശോഭയാത്ര ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ഉണ്ണിക്കണ്ണന്മാരും ദാതമാരും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം അടങ്ങുന്ന ഈ ശോഭയാത്രയുടെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതേ രീതിയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാനമായി തന്നെ ശോഭയാത്രകൾ ആരംഭിക്കുന്നു. ഇതെല്ലാം തന്നെ ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്ര പരിസരത്ത് സമാപിക്കുകയാണ് ചെയ്യുന്നത്. നഗരമാകെ ഇപ്പോൾ തന്നെ ഏതാണ്ട് അമ്പാടി സമാനമായി ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കൊച്ചി നഗരം. ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലും ഇടപ്പള്ളിയിലും അടക്കം വിവിധ ഭാഗങ്ങളിൽ എറണാകുളം ജില്ലയുടെയും ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ മേഖലകളിലും എല്ലാം തന്നെ നിരവധി ശോഭയാത്രകൾ നടക്കുന്നുണ്ട്. മഹാശോഭയാത്രകൾ, വിവിധ ശോഭയാത്രകൾ സംഗമിച്ചുള്ള മഹാശോഭയാത്രകളും എല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അതിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ, ഉറിയടി എന്നിവയെല്ലാം തന്നെ ഈ ശോഭയാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭയാത്രയുടെ സമാപന കേന്ദ്രങ്ങളിലാണ് ഉറിയടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ശോഭയാത്രകൾ MG റോഡിൽ ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്രത്തിൽ വൈകിട്ട് 7 മണിയോടെ ദീപാരാധനയോടെ സമാപിക്കുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കൊച്ചി നഗരമേഖലയിൽ എറണാകുളം ടൗൺ ഹാൾ, ഒപ്പം തന്നെ അയ്യപ്പൻകാവ് ക്ഷേത്രം, എറണാകുളം തിരുമല ദേവസ്വം ബോർഡ് ക്ഷേത്രം, രവിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കുമാരേശ്വരൻ ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ടാബ്ലോയുടെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വിവിധ നിശ്ചല ദൃശ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ശോഭയാത്ര. ഒപ്പം തന്നെ അതിന് അകമ്പടിയായി വാദ്യമേളങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഉണ്ണിക്കണ്ണന്മാർ, നീലക്കണ്ണന്മാർ എല്ലാവരും തന്നെ അണിനിരന്നിരിക്കുന്ന മഹാശോഭയാത്ര നഗരം ആകെ നിറഞ്ഞിരിക്കുന്നു. ഇരുഭാഗങ്ങളിലും ഈ മനോഹരമായ ശോഭയാത്ര കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ, അമ്മമാരും
രക്ഷകർത്താക്കളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഇതിന്റെ കാഴ്ചക്കാരായും ഇവിടെ നിന്നിട്ടുണ്ട്. ഓരോ നിശ്ചല ദൃശ്യവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്ന നിശ്ചല ദൃശ്യത്തിന്റെ മാത്രം കാര്യമാണ്. സമാനമായ രീതി മറ്റു 4 സ്ഥലങ്ങളിൽ നിന്ന് കൂടി ഘോഷയാത്ര ഉദ്ഘാടന ചടങ്ങിൽ ജനം TV MD S രാജശേഖരൻ നായർ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ പാളയം എന്ന് പറയുന്ന ഈ പുണ്യഭൂമി മതസൗഹാർദ്ദത്തിന്റെ ഇനിയൊരു പേരാണെന്നൊക്കെ അറിഞ്ഞെങ്കിലും എല്ലാവരും കേൾക്കും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടോ ഇല്ല എന്ന്. അത് ഞാനും കേട്ടിരുന്നു 7 വർഷമായിട്ട്. പക്ഷേ അത് ഈ വിഷുവിന് എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. ഇത് യാഥാർത്ഥ്യമാണ്. എന്റെ കർമ്മഭൂമിയായ ബോംബെയിൽ ലാൽ ബാക്കി രാജ എന്ന് പറഞ്ഞാൽ ലോകം അറിയുന്ന ഏറ്റവും വലിയ ഗണപതിയാണ്. അവിടെ ചെയ്യിച്ച് ആ ഗണപതിയെ ഇന്നിവിടെ പ്രതീക്ഷിച്ച് പാളയംകി രാജയാക്കി ഇവിടെ മാറ്റുവാൻ എനിക്ക് സാധിച്ചു. അതെല്ലാം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെയും എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസവും സന്തോഷവും. കഴിഞ്ഞ പ്രാവശ്യമല്ല, വളരെ ബുദ്ധിമുട്ടി ഉള്ളിൽ കൊണ്ട് നടന്ന 7 വർഷമായിട്ടുള്ളത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. ഇന്ന് പാളയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതിനടുത്തായിരിക്കും വേറെ കാര്യങ്ങളെന്ന് ആരും പറയുവാൻ മടിക്കില്ല. ഇതാണ് നാം ഇനി ചെയ്യേണ്ടത്. കൃഷ്ണ ഭഗവാൻ ഇതിൽ പറഞ്ഞതുപോലെ എല്ലാം സംഭവാമി യുഗേ യുഗേ. എല്ലാവർക്കും നന്ദി, നമസ്തേ. ഉപഹാര സമർപ്പണമാണ്. തിരുവനന്തപുരത്ത് ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജനം TV MD S രാജശേഖരൻ നായർ. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. RSS മുതിർന്ന പ്രചാരകൻ S സേതുമാധവൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.